അടിമാലി ലക്ഷം വീടിന് സമീപം വീട് സ്ഥലവും നഷ്ടപ്പെട്ട 17 കുടുംബങ്ങൾ നടത്തിവന്നിരുന്ന സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാറ്റി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് സമരം ദുരന്തമുഖത്തു നിന്നും മാറ്റിയത്. തങ്ങൾ ആവശ്യപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നും സമരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുമെന്നും സമര അനുകൂലികൾ അറിയിച്ചു. അടിമാലി ലക്ഷം വീടിന് സമീപം മണ്ണിടിഞ്ഞു വീണ സ്ഥലത്ത് ദുരന്തബാധിതർ ആരംഭിച്ച സമരം 10 ദിവസം പിന്നിട്ടു. ഇന്നലെ മുതൽ പ്രദേശത്ത് കനത്ത മഴ പെയ്യുകയും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ജില്ലാ ഭരണകൂടം സമരക്കാരെ ഇവിടെ നിന്നും മാറ്റുവാൻ നിർദ്ദേശിച്ചു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സമരക്കാരെ കാണുകയും സർക്കാർ ഉത്തരവ് അറിയിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടറുടെ ടെക്നിക്കൽ കമ്മിറ്റി പരിശോധിച്ച് ഈ 19 കുടുംബങ്ങൾക്ക് കൂടി ധനസഹായം അനുവദിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ആ സാഹചര്യത്തിൽ ഇവിടെ കുടിൽ കെട്ടിയുള്ള സമരം ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർ ഉത്തരവ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ നോട്ടീസ് നൽകുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ സമരക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഈ കളക്ടറുടെ ഈ ഉത്തരവിനെ അനുസരിക്കാനും അവരിവിടുന്ന് അല്പസമയത്തിനകം മാറിക്കൊള്ളാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ദുരന്തമുഖത്തു നിന്നും സമരം മാറ്റുകയും പകരം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം തുടരുമെന്നും കുടുംബങ്ങൾ അറിയിച്ചു. നിലവിലെ സാഹചര്യം കളക്ടർ പറഞ്ഞ പ്രകാരം കളക്ടറുടെ ഓർഡർ വന്നത് മൂലം അതിനെ ഞങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെ അതും ഞങ്ങൾ പരിഗണനയിൽ എടുത്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമരം അടിമാലി ഗ്രാമപഞ്ചായത്തിലേക്ക് മാറിക്കൊണ്ട് സമരം ഞങ്ങൾക്ക് നീതി ലഭിക്കും വരെ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. നീതി ഉറപ്പാകും വരെ ഞങ്ങളുടെ സമരം ഇനി പഞ്ചായത്തിൽ തുടരുന്നതാണ്. നിലവിൽ ദുരന്തം സംഭവിച്ച സ്ഥലത്ത് വാസയോഗ്യമല്ലെന്ന ടെക്നിക്കൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബാധിക്കപ്പെട്ട എല്ലാവർക്കും വീട് സ്ഥലവും അനുവദിക്കുന്നതിലേക്കായി ജില്ലാ ഭരണകൂടം സർക്കാരിലേക്ക് ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 9 പേർക്ക് ഉടൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായം നൽകുകയും മറ്റു കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ദേവികുളം സബ് കളക്ടറും വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി.